So what are the new products you are introducing here? Right, today you can see we are demonstrating the Rationale Self-Cooking Centre White Efficiency. This is our latest product, which allows us to give you up to 30% less energy costs. We can get up to 20% less shrinkage from your materials, and we can do this fully automatically as well. At full capacity mix loads, which is 30% more than a lot of our competitors also. Today you can see that we're doing everything from roasting, baking, frying, grilling, steaming, all in one machine. So up to 90% of everything that the kitchens need in the world we can do in the Rationale Self-Cooking Centre White Efficiency. At the same time we can reduce the space of your kitchen and the heat. A lot of chefs are finding it very heat intensive in the kitchen and they're not delivering the right results consistently. With our product they are, which is why we are 54% market share. So 1 in every 2 will be at Rationale. And this is because we only make one product, so we specialise and we focus on what the customer needs. Oh, good. Thank you. ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ചൈന പവലിയനിലാണ്. ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അധികവും തേയില അതുപോലെയുള്ള വിഭവങ്ങളാണ് കൂടുതലായിട്ടും ചൈനയുടെ പവലിയനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും വരൂ നമ്മോടൊപ്പം ചൈന പവലിയൻ എത്രമാത്രം സജ്ജമാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്ന് നോക്കാം. മത്സ്യത്തിൻ്റെ വിഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചൈനക്കാർ അവരുടേതായ രീതിയിൽ അവരുടെ സംസ്കാരവും ചാലിച്ച് രുചിക്കൊപ്പം നമ്മുടെ മുന്നിൽ വിളമ്പിയിട്ടുണ്ട്. പ്രത്യേകതരം അവരുടേതായ സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരിങ്ങനെ ഇത് പാകം ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം രുചിച്ച് നോക്കാനും ഇഷ്ടമായവ അവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുമൊക്കെ നമുക്ക് അവസരം അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫിഷിൻ്റെ മാത്രമല്ല സുഗന്ധദ്രവ്യങ്ങൾ, ഒപ്പം ധാന്യങ്ങൾ, അങ്ങനെ എല്ലാം നമുക്ക് ചൈന ഈ ഒരു പവലിയനിൽ കിട്ടുന്നുണ്ട്. എല്ലാവരും വന്ന് ഇതിൻ്റെ ഒരു നമ്മളെപ്പോഴും പറയുന്നത് ഈ ഒരു സംസ്കാരം അടുത്തറിയുക എന്നതാണല്ലോ ഈ ഒരു ഫുഡിൻ്റെ ആണെങ്കിലും ഏതൊരു ഫെസ്റ്റിവലിൻ്റെ ആണെങ്കിലും ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലേ. കാരണം അവരുടെ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് അവരവരുടെ രുചിക്കൂട്ടുകൾ അണിയിച്ചൊരുക്കി ചൈനയും സജ്ജമാണ് ഇവിടെ എല്ലാ സന്ദർശകരെയും കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട്. വിവിധ രുചികളിലുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ സ്റ്റോളുകളും കയറിയിറങ്ങി ഇവയുടെ രുചിഭേദങ്ങൾ എല്ലാം ആസ്വദിക്കാനും നമുക്ക് ഇവിടെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, വേവിച്ച ഭക്ഷണ വിഭവങ്ങൾ, വേവിക്കാത്ത വിഭവങ്ങൾ, പച്ചയോടെ തന്നെ അതായത് വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, വെജിറ്റബിൾസ് എല്ലാം നമുക്കിവിടെ വളരെ വളരെ വിപുലമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പല പച്ചക്കറികളും നമ്മൾ പലപ്പോഴും വേവിച്ചാണ് കഴിക്കാറ്. നമ്മളിത് വേവിക്കാതെ ഇങ്ങനെ കഴിക്കും എന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അജ്ഞരാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഇന്ന ഗുണങ്ങളാണ് ഇന്ന പച്ചക്കറികൾക്കുള്ളത്, അല്ലെങ്കിൽ ചില പഴവർഗ്ഗങ്ങൾ തന്നെ പലപ്പോഴും നമ്മൾ എങ്ങനെയാണിത് കഴിക്കേണ്ടതെന്നൊരു സംശയം ഉണ്ടാകുമല്ലേ. ഇതെല്ലാം ഇവിടെ വന്നാൽ ലോകത്തെ എല്ലായിടത്തു നിന്നുള്ള എല്ലാ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. ഒപ്പം ഇതെല്ലാം ആസ്വദിച്ച് കഴിക്കാനും ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഒരു ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇനി ഗ്രിൽഡ് വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അതിനും വലിയൊരു നീണ്ട ഒരു നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കടൽ വിഭവങ്ങൾക്ക് തന്നെ പ്രത്യേക ഒരു നിരയുണ്ട്. എല്ലാ തരത്തിലുമുള്ള
വെജിറ്റേറിയൻ ആഹാരം ഇഷ്ടപ്പെടുന്നവർക്കും നോൺ വെജിറ്റേറിയൻ ആഹാരം ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാ തരത്തിലുമുള്ള ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വരുന്നവർക്കും തനത് അവരുടേതായ എല്ലാ രാജ്യത്തിനും അവരുടേതായ ആ ഒരു സംസ്കാരവും പ്രത്യേക രുചിക്കൂട്ടും ചേർത്തുകൊണ്ടാണ് ഇവിടുത്തെ വിഭവങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി ആയിരങ്ങളാണ് ഈ ഭക്ഷ്യമേളയ്ക്ക് എത്തുന്നത്, ദുബായ് ഫുഡ് ഫെസ്റ്റിവലിന്. എല്ലാവരും ഇവിടെ എത്തുക, ഇത്രയേറെ സ്വാദ് അല്ലെങ്കിൽ രുചികൾ ആസ്വദിക്കാൻ നമുക്കൊരു പക്ഷേ മറ്റൊരു വേദിയും കിട്ടിയെന്ന് വരില്ല. ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നുമുള്ള പലതരത്തിലുള്ള രുചിഭേദങ്ങൾ നമ്മളിവിടെ തേടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ രുചിക്കൂട്ടുകൾ അന്വേഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ഏതാണ്ട് 1,13,500 ചതുരശ്ര മീറ്ററിലാണ് ഈ വലിയ ഭക്ഷ്യ മേള, അല്ലെങ്കിൽ അത്രയും സ്ഥലത്താണ് ഈ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജനങ്ങളിലേക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒപ്പം ഞാൻ തേടുകയാണ് പുതിയ രുചിക്കൂട്ടുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഈ യാത്ര. വരൂ, നമുക്ക് പോയാലോ. ഇപ്പം ഞങ്ങൾ തന്നെ പ്രവർത്തിക്കുന്ന വാദ്യോപകരണം ഒക്കെ എനിക്ക് തോന്നുന്നു ഇത് ആളുകളെ ആകർഷിക്കാനായിട്ട് അല്ലേ? ജസ്റ്റ് ഐപാഡിലൂടെ കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആളുകളെ ഇങ്ങോട്ടേക്ക് അവരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ലേ. പിന്നെ മെയിൻലി ആണെങ്കിൽ ദുബായ് കൊള എന്ന് പറയുന്നത് ദുബായിൽ വേറെ ഒരു ആർക്കും ഇല്ലാത്ത ഒരു ബ്രാൻഡാണ്. നാച്ചുറൽ ഡേറ്റ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മെയ്ഡ് ഫ്രം ഇറ്റലിയാണ്. ഈ GCC കൺട്രീസിലുള്ള ഡേറ്റ്സ് കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. സ്പെഷ്യൽ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് ദുബായ് കോളയുടെ? ഏതെങ്കിലും സ്പെഷ്യൽ പ്രോഡക്റ്റ്? ദുബായ് കോളയുടെ ആകെ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ ദുബായ് കോള. ദുബായ് കോള എന്നുള്ള ബ്രാൻഡിൽ ഈ ഒരു നെയിമിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. കൂടുതൽ വിവരങ്ങൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ നമുക്ക് നൽകും. ഏതായാലും നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് കണ്ടാലോ. വരും. നമ്മൾ മലയാളികളുടെ സ്വന്തം പ്രോഡക്റ്റും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ സ്വന്തം പ്രോഡക്റ്റ് എന്ന് അറിയണമല്ലോ. അതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന വസ്തു എന്താണ്, ഇതൊക്കെ അറിയണ്ടേ? നമുക്ക് ചോദിക്കാം. എന്താണ് ഈ ഒരു സാധനം? എന്താണ്? ലെമൺ സോഡ അല്ലേ? ലെമൺ സോഡ നമ്മുടെ നാട്ടിലെ തനിയായ നാരങ്ങ സോഡയാണ്. ഓക്കെ, നാരങ്ങ സോഡ. ഉപ്പാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ലൈം സോഡ എന്നല്ല, നമ്മുടെ നാട്ടിൽ നാരങ്ങ സോഡ, ഉപ്പ് ചേർത്തുള്ള നാരങ്ങ സോഡ എല്ലാ തട്ടുകടകളിലും എല്ലാ സ്ഥലത്തും കിട്ടുന്ന അതേ ആ സോഡ ഞങ്ങൾ ക്യാനിലേക്ക് ആക്കിയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ പഴയ ആ തട്ടുകടയുടെ ഓർമ്മയ്ക്കും ആ പഴയുടെ തനിമ നിലനിൽക്കുന്നത്. ആ ടേസ്റ്റ് നിങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഫീൽ ആ കേരളത്തിലേക്ക് പോയ ഒരു ഫീൽ വരും. ദുബായ് ഫുഡ് ഫെസ്റ്റിവലിൽ രുചി അന്വേഷിച്ച് ഞാൻ എത്തി നിൽക്കുന്ന എവിടെയാണെന്നറിയുമോ? നമ്മുടെ സ്വന്തം ഇന്ത്യൻ പോലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പോകേണ്ട ഒരു ഇടമെന്ന് പറഞ്ഞാൽ അരിയുടെ ഭാഗത്തേക്കാണ്. നമ്മൾ ഈ ഒരു മലയാളികൾക്ക് അരിയില്ലാതെ വലിയ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? ഏതായാലും നമുക്ക് അരിയുടെ ലോകത്തേക്കൊന്ന് പോകാം. ഇന്ത്യൻ പൗലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു വിഭാഗത്തിലേക്ക് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഹായ് സർ. Yeah, good. What about you? Alhamdulillah, good. I can see so many varieties of rice here. Yeah, Indian rice. Indian rice. Okay. Indian basmati rice. Indian basmati. All are Indian basmati rice? All is Indian basmati. Okay. This is Indian basmati traditional. Okay. And this Indian raw. Okay, this is traditional basmati rice. Yeah. Okay, raw rice. Indian raw. Okay. And this one is Indian basmati 1121 stream. And this one is Pusa Sela. Okay. And this one 1121 Sela. And this one is 1121 golden. Okay. And this one 1121 raw. This one is Dubai Sian of Dubai. This $1,700 per ton. $1,700. $700. Yeah. Okay. And this Dubai, this sheikh eating for rice. This one. Okay. Okay. Yes. Dubai sheikh ഏറ്റവും പ്രിയപ്പെട്ട റൈസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും. This one only for the Saudi and like this. Okay. And this one is this local market. Okay. This Dubai local market. Thank you. Okay, thank you. Thank you so much.
ഈ ഭക്ഷ്യമേള എന്ന് പറയുന്നത് വലിയ ഒരു ജനപങ്കാളിത്തമാണ് ഇപ്പോൾ ഈ ഭക്ഷ്യമേളയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും തിരക്ക് കൂടുമെന്ന് തന്നെയാണ് നമ്മോട് ഇവിടെ നിന്നുള്ളവർ പറയുന്നത്. തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് ഇവിടെ നിന്ന് വിട പറയുകയാണ്. ഒരുപാട് രുചികൾ നാവിൽ എന്നോടൊപ്പം പോരുന്നു. അതുപോലെ തന്നെ ഓരോ നാടിൻ്റെയും ഓരോ രാജ്യങ്ങളുടെയും തനത് സംസ്കാരവും അവരുടെ തനത് ആ ഒരു പാരമ്പര്യ രീതിയിലുള്ള ഭക്ഷണങ്ങളും എന്നോടൊപ്പം പോരുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.